നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. മുള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം. തീ പടർന്നത് പമ്പിൽ നിന്ന് പുറത്തേക്കൊഴുകിയ എണ്ണ കലർന്ന മലിനജലത്തിൽ നിന്ന്. തീ നിയന്ത്രണ വിധേയമായത് ദീർഘനേരത്തെ പരിശ്രമത്തിൽ. ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോടതി വിധിയെ തുടർന്ന് പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്ത് നൽകാനുള്ള പോലീസ് ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. പോലീസ് പിൻവാങ്ങിയത് പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിഭാഗം നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന്. പ്രതിഷേധത്തിനിടെ വൈദികൻ കുഴഞ്ഞു വീണു. ഷൊർണൂരിലെ റോഡ് തകർച്ചയ്ക്കെതിരെ FDPI. കൊച്ചിപ്പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണം. ആവശ്യമുന്നയിച്ച് ഷൊർണൂർ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 45 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ഷാജിൽ, പാലുവായ് സ്വദേശി ഷഹീർ എന്നിവർ. പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് ഇരുവരെയും പിടികൂടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്. കൊപ്പം കരിങ്ങനാട് പൂട്ടിയിട്ട വീട്ടിൽ മോഷണ ശ്രമം. വാർത്തകൾ വിശദമായി. മുള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം. പമ്പിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ എണ്ണ കലർന്ന മലിനജലത്തിനാണ് തീ പിടിച്ചത്. രാവിലെ 10:00-ഓടെയായിരുന്നു സംഭവം. മലിനജലത്തിൽ ഇന്ധനം കലർന്നിരുന്നതാണ് തീപിടുത്തത്തിന് കാരണമായി പറയുന്നത്. പമ്പിന് പുറത്ത് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പുറത്തേക്ക് ഒഴുകിയ മലിനജലത്തിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. തീ പടർന്നതോടെ പമ്പ് ജീവനക്കാർ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി. ടാങ്കുകളിൽ നിന്നുള്ള വാൾവുകളും ഓഫ് ചെയ്തു. ഇത് വലിയ അപകടം ഒഴിവാക്കി. ഉടൻ പോലീസും 3 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പോലീസും അഗ്നിശമന ഉദ്യോഗസ്ഥരും പമ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തം മൂലം ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംഭവത്തെക്കുറിച്ച് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ ഒഴുകിയെത്തിയ മലിനജലത്തിൽ നിന്ന് വീണ്ടും തീ പടർന്നതും പരിഭ്രാന്തിക്ക് ഇടയാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോടതി വിധിയെ തുടർന്ന് പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്ത് നൽകാനുള്ള പോലീസ് ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. പള്ളികൾക്ക് മുന്നിൽ യാക്കോബായ വിഭാഗത്തിലെ വിശ്വാസികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിൻവാങ്ങുകയായിരുന്നു. പ്രതിഷേധത്തിനിടെ ചെറുകുന്നം പള്ളിയിലെ വൈദികൻ കുഴഞ്ഞു വീണു. യാക്കോബായ വിഭാഗത്തിൻ്റെ കൈവശമുള്ള ചില പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് അവകാശപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. സംഘർഷങ്ങളില്ലാതെ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏറ്റെടുത്ത് നൽകാൻ പോലീസിന് കോടതി നിർദ്ദേശവും നൽകി. എന്നാൽ വടക്കഞ്ചേരിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലായിരുന്നില്ല. വിധിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏറ്റെടുത്ത് നൽകാനുള്ള പോലീസ് നീക്കമാണ് വീണ്ടും പരാജയപ്പെട്ടത്. തർക്കത്തെ തുടർന്ന് 25 വർഷമായി അടച്ചിട്ടിരുന്ന ചെറുകുന്നം പള്ളിയുടെ താക്കോൽ RDO സുപ്രീം കോടതി വിധിപ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയിരുന്നു. പള്ളി ഏറ്റെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗം വരുന്നതറിഞ്ഞ് യാക്കോബായ വിശ്വാസികൾ സംഘടിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ചിട്ടും ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും യാക്കോബായ വിഭാഗക്കാർ പള്ളിക്ക് മുന്നിൽ നിന്ന് പിന്മാറിയില്ല. പ്രതിഷേധത്തിനിടെ യാക്കോബായ വിഭാഗത്തിലെ വൈദികൻ രാജു മാർക്കോസ് ഉൾപ്പെടെ നിരവധി പേർ കുഴഞ്ഞു വീണു. തങ്ങൾ പരമ്പരാഗതമായി കൈവശം വച്ചിരിക്കുന്ന പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. നിലവിലെ സാഹചര്യം കോടതിയെ അറിയിക്കുമെന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികളെന്നും സ്ഥലത്തെത്തിയ ആലത്തൂർ ഭൂരേഖ തഹസിൽദാർ R മുരളീമോഹൻ പറഞ്ഞു. നിലനിൽക്കുന്ന വിധി എന്ന് പറയുന്നത് പള്ളി അവർക്ക് സമാധാനപരമായി കൈമാറാൻ നിങ്ങൾ അവിടെ ഒരു കോടതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സമ്മതിക്കണം. അപ്പൊ അതിന് നിങ്ങൾ സമാധാന ഭംഗം വരുത്തരുത്. മംഗലം ഡാം, എരിക്കുംചിറ പള്ളികൾ ഏറ്റെടുക്കുന്നതിനെതിരെയും പ്രതിഷേധമുണ്ടായി. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും പോലീസ് തങ്ങൾക്ക് മതിയായ സംരക്ഷണം നൽകുന്നില്ലെന്നും
ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കുമെന്നും ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 45 ഗ്രാം MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ഷാജിൽ, പാലുവായ് സ്വദേശി ഷഹീർ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആന്റണി ക്രോംസൺ അരൂജയും സംഘവും ലഹരിവിരുദ്ധ സ്ക്വാഡ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായി കണ്ട 2 പേരെ ഡാൻസ് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി പിന്തുടരുകയായിരുന്നു. ഇതിനിടെ സ്റ്റേഷൻ ഇൻസ്പെക്ടർ MJ ജിജോയെ വിവരമറിയിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. 1-ാം പ്രതി ഷാജിലിനെതിരെ പാവറട്ടി, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. പ്രതികൾക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതും എവിടേക്കാണ് മയക്കുമരുന്ന് കൊണ്ടുപോയിരുന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊപ്പം കരിങ്ങനാട് പൂട്ടിയിട്ട വീടിനുള്ളിൽ മോഷണശ്രമം. പുക്കാടത്ത് ഉസ്മാന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. കൊപ്പം പോലീസ് പരിശോധന നടത്തി. കരിങ്ങനാട് പൂക്കാടത്ത് സ്വദേശി ഉസ്മാന്റെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. വീട്ടുകാർ കോയമ്പത്തൂരിലാണ് താമസം. സമീപത്ത് താമസിക്കുന്ന സഹോദരൻ അലി പൈപ്പ് പൊട്ടിയത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിലാണ്. റൂമുകളിൽ മേശവലിപ്പും മറ്റും തുറന്ന നിലയിലുമാണ്. കൂടാതെ തുണി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമാണ്. പ്രാഥമിക പരിശോധനയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് SDPI ആവശ്യമുന്നയിച്ച് SDPI മുനിസിപ്പൽ കമ്മിറ്റി ഷൊർണൂർ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം PWD ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം SDPI മണ്ഡലം വൈസ് പ്രസിഡന്റ് TM മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നിങ്ങളെ ആ ഓഫീസിന്റെ ഉള്ളിൽ ഇരുത്തി പൊറുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഓഫീസിലേക്ക് നിങ്ങളെ ഞങ്ങൾ കടത്തുകയില്ല. ഈ സമരം ഞങ്ങൾ കുറച്ചുനാൾ കൂടി കാത്തിരിക്കും. അത് കഴിഞ്ഞ് അനുകൂല സാഹചര്യമുണ്ടായി ഈ റോഡിന്റെ പണി നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സമരത്തിന്റെ ശൈലി ഒന്ന് ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും. അന്ന് ഞങ്ങളുടെ പുറകിൽ ഞങ്ങളെ തടുത്ത പോലീസിനോ നിങ്ങൾക്കോ ഈ ഭരണകർത്താക്കൾക്കോ ഈ സമരത്തെ അടിച്ചമർത്താനാവില്ല. മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സക്കീർ കല്ലിങ്ങൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുസ്തഫ കുളപ്പള്ളി, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മംഗല ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 3-ാം ഘട്ട പ്രചരണം ശക്തമാക്കി LDF. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഇത്തവണ ഒറ്റക്കെട്ടായാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സീറ്റ് നിലനിർത്താനുള്ള പ്രചരണത്തിലാണ് പ്രധാനമായും LDF. വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് LDF മുൻതൂക്കം നൽകുന്നത്. VK ശ്രീജയാണ് 4-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി. LDFൽ CPI-CPM അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം പരിഹരിച്ച് LDF ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. 3-ാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി 20ഓളം വനിതാ സ്ക്വാഡുകളെ രംഗത്തിറക്കിയാണ് LDF പ്രചരണം. LDFന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ശ്രീജിയാണ് ഞാൻ. ഇത് LDFന്റെ എല്ലാ വനിതാ സഖാക്കളും കൂട്ടായി നടത്തുന്ന ഒരു അഭ്യർത്ഥനയുടെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഈ വാർഡ് കേന്ദ്രീകരിച്ച് ഇന്നു മുഴുവനും നടക്കുകയാണ്. വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്നും വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും LDF സ്ഥാനാർത്ഥി VK ശ്രീജ പറഞ്ഞു. CPM നേതാവ് NM കൃഷ്ണദാസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. CPIയുടെയും CPMന്റെയും നേതാക്കളും പ്രചരണത്തിൽ സജീവമാണ്. മംഗല ഗ്രാമപഞ്ചായത്തിന്റെ 4-ാം വാർഡായ പൂരാത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുക. അതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIയുടെ ശ്രീജയാണ് അരിവാളും ധാന്യക്കതിരും അടയാളത്തിൽ മത്സരിക്കുന്നത്. CPIയും CPMും വളരെ നല്ല നിലയിൽ ഇപ്പോൾ ഞങ്ങൾ 3 റൗണ്ട് കയറി. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ മുന്നണി എന്തായാലും വിജയിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പാലക്കാട്ട് നിർമ്മാണം പൂർത്തിയാകാത്ത നഗരസഭയുടെ വ്യാപാര സമുച്ചയങ്ങൾക്ക് ബലിതർപ്പണം നടത്തി കോൺഗ്രസ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കർക്കിടക മാസത്തിൽ വേറിട്ട സമരം നടത്തിയത്.
വിരലിൽ ദർഭയണിഞ്ഞ് അരിയും എള്ളും കൂട്ടിക്കലർത്തി ചന്ദനവും തുളസിയും തൊട്ട് വെള്ളവും പൂവും നൽകിയായിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബലിതർപ്പണ സമരം. 3 തവണ ഇനി ഓരോരുത്തർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉരുണ്ടേനെ ആ ഇലയുടെ നടുക്കിലേക്ക് വയ്ക്കാം. പണിതീരാതെ കിടക്കുന്ന നഗരസഭയുടെ വ്യാപാര സമുച്ചയങ്ങൾക്ക് മോക്ഷം ലഭിക്കാനാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കർക്കിടകത്തിൽ വേറിട്ട സമരവുമായി രംഗത്തെത്തിയത്. കോടികൾ ചെലവഴിച്ചിട്ടും നഗരസഭയുടെ 4 വ്യാപാര സമുച്ചയങ്ങൾ പണിതീരാതെ കിടക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 7 വർഷം മുമ്പ് 22 കോടി നൽകിയിട്ടും സുൽത്താൻപേട്ടയിലെ വ്യാപാര സമുച്ചയം നിരുത്തരവാദിത്വത്തിൻ്റെ സ്മാരകമായി മാറി. ഇതേ അവസ്ഥയിലാണ് സ്റ്റേഡിയം സ്റ്റാൻഡിലെയും ഒലവക്കോട്ടെയും വ്യാപാര സമുച്ചയങ്ങൾ. ഓഡിറ്റിംഗിൽ കരാറുകാർ അധികമീടാക്കിയ കോടികൾ തിരിച്ചുപിടിക്കാൻ ഉത്തരവുണ്ടെങ്കിലും ഭരണസമിതി കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. നിരവധി വ്യാപാരികൾക്ക് ഉപകാരമാകുന്ന വ്യാപാര സമുച്ചയങ്ങൾ പണി തീരാതിരിക്കുന്നത് ഭരണകക്ഷിക്കിടയിലെ വീതം വെപ്പുമായി ബന്ധപ്പെട്ട തർക്കം മൂലമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് ആരോപിച്ചു. കൗൺസിലർമാരായ K ഭവദാസ്, A കൃഷ്ണൻ, മിനി ബാബു, സാജോ ജോൺ, ഷിജിത് കുമാർ, കോൺഗ്രസ് നേതാക്കളായ ബോബൻ മാട്ടുമന്ത, ആനന്ദ് ബാൽ, കിദർ മുഹമ്മദ്, മുസ്തഫ എന്നിവർ സംസാരിച്ചു. ബലിതർപ്പണ സമരത്തിന് ഹരിദാസ് മച്ചിങ്ങൽ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വൈദേശിക കടന്നുകയറ്റത്തിനെതിരായ ചെറുത്തുനിൽപ്പിനൊപ്പം സ്വദേശ വർഗീയവൽക്കരണത്തെ ചെറുത്ത ധീര വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാഖ്. പാലക്കാട് AIDWA ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ദാഹമാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ബർമ്മയിൽ തടവിലാക്കപ്പെട്ട അവർ കൊടിയ പീഡനത്തിന് ഇരയായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ഥാപകരിൽ ഒരാളായ ക്യാപ്റ്റൻ ലക്ഷ്മി സാമൂഹിക അസമത്വത്തിനും വനിതാ വിമോചനത്തിനുമായി പോരാടി. ചരിത്രം വളച്ചൊടിക്കുകയും വർഗീയവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് ക്യാപ്റ്റൻ ലക്ഷ്മിയെപ്പോലുള്ളവരുടെ ധീരമായ ജീവിതങ്ങൾ പഠനവിധേയമാക്കണമെന്നും സുബൈദ ഇസഹാക്ക് പറഞ്ഞു. ജനിച്ചത് അവർ മദ്രാസിലാണെങ്കിലും അവരുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അവരുടെ നമ്മുടെ കേരളത്തിലെ സന്ദർശനവും അവരുടെ തറവാട്ടിലെ സന്ദർശനവും അതായത് പാലക്കാട് ഉൾപ്പെടെ സന്ദർശനവും ഒക്കെ തന്നെ അതിൻ്റെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുകയും എഴുതുകയും നമ്മൾ അതിലൂടെയൊക്കെ തന്നെ അറിയുകയും ചെയ്തു. എത്രമാത്രം ഉയർന്ന രീതിയിലുള്ള ചിന്താശേഷിയും പ്രവർത്തന മികവും ഒക്കെ ഉണ്ടായിരുന്നൊരു സഖാവാണ് സഖാവ് ക്യാപ്റ്റൻ ലക്ഷ്മി. ജില്ലാ പ്രസിഡന്റ് K ഓമന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ബിനുമോൾ, സരിത, ജില്ലാ ഭാരവാഹികളായ KP വസന്ത, ശ്രീജ, KK ഗൗരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BMS സ്ഥാപക ദിനം 70ാം വാർഷികം ഷൊർണൂരിൽ ആഘോഷിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിപാടി BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. സമാജസേവ തൊഴിലാളി ധർമ്മം എന്ന സന്ദേശവുമായാണ് BMS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ഷൊർണൂരിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല ഇന്നത്തെ ഒരു പിറന്നാളിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് 70ാമത്തെ പിറന്നാൾ 70ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു വർഷം 70ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഒട്ടനവധി കാര്യപരിപാടികൾ ഭാരതീയ മസ്ദൂർ സംഘം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അംഗസംഖ്യ വർധന ഉൾപ്പെടെയുള്ള ഈ വലിയ ആഘോഷ പരിപാടിയിൽ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും സന്നിധരാവണമെന്നും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നുമാണ് ഈ ഒരു സ്ഥാപന ദിന പരിപാടിയിൽ നമുക്ക് BMSന്റെ പ്രവർത്തകരോടായിട്ട് അഭ്യർത്ഥിക്കുവാനുള്ളത്. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജു തത്തനംപുള്ളി, സുധാകരൻ, സതീഷ്, സാജൻ, ജോബി, സന്തോഷ്, മനു എന്നിവർ പങ്കെടുത്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി മധുരപലഹാര വിതരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല മൗണ്ട് സീന ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ NS ജുമാന ഹസീൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായും ഇഹ്സാൻ വിദ്യാർത്ഥി പ്രതിനിധിയായും ഇലക്ഷൻ നിയന്ത്രിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂൾ ഹെഡ് ബോയ്, സ്കൂൾ ഹെഡ് ഗേൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ, ആർട്സ് ക്യാപ്റ്റൻ, സ്പോർട്സ് ക്യാപ്റ്റൻ, ടീൻ ഇന്ത്യ ക്യാപ്റ്റൻ എന്നിവയും
UP വിഭാഗത്തിൽ UP പ്രതിനിധി, മലർവാടി ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ഉത്തരവാദിത്തം നിർവഹിച്ചു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പലും ചീഫ് ഇലക്ഷൻ ഓഫീസറുമായ NF ജുമാന ഹസീൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ചും +2 വിദ്യാർത്ഥിനിയായ ഫാത്തുമ നസ്രീൻ തെരഞ്ഞെടുപ്പ് അനുഭവത്തെക്കുറിച്ചും സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ KK സരിതയോടൊപ്പം വിദ്യാർത്ഥി പ്രതിനിധി ഡാനിയ അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണറായി. 2 ബൂത്തുകളിലായി നടന്ന ഇലക്ഷൻ പ്രക്രിയയിൽ വിവിധ ബൂത്തുകളുടെ മേൽനോട്ടം വഹിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ്. യഥാർത്ഥ പാർലമെന്റ് എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ മെയിൻ അജണ്ട ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നമ്മൾ ആ രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സെറമണി ഉണ്ടാവുകയും കുട്ടികളിലേക്ക് ആ അധികാരം കൈമാറുകയും ഉടനെ തന്നെ ഒരു സ്കൂൾ പാർലമെന്റ് കൂടി അതെങ്ങനെയാണ് സംവിധാനം ഉണ്ടാവുക എന്ന് കുട്ടികളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു തീരുമാനമാണ് ഈ വർഷത്തെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചരമം. കോട്ടായി ചമ്പരക്കുളം മടത്തിൽ വീട്ടിൽ രാംകുമാർ മേനോൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. ഭാര്യ ശ്രീജ, മക്കൾ രാഹുൽ, ഋത്വിക്. പ്രധാന വാർത്തകൾ വീണ്ടും. മുള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം. തീ പടർന്നത് പമ്പിൽ നിന്ന് പുറത്തേക്കൊഴുകിയ എണ്ണ കലർന്ന മലിനജലത്തിൽ നിന്ന്. തീ നിയന്ത്രണ വിധേയമായത് ദീർഘനേരത്തെ പരിശ്രമത്തിൽ. ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോടതി വിധിയെ തുടർന്ന് പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്ത് നൽകാനുള്ള പോലീസ് ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. പോലീസ് പിൻവാങ്ങിയത് പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിഭാഗം നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന്. പ്രതിഷേധത്തിനിടെ വൈദികൻ കുഴഞ്ഞു വീണു. ഷൊർണൂരിലെ റോഡ് തകർച്ചയ്ക്കെതിരെ FDPI. കൊച്ചിപ്പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണം. ആവശ്യമുന്നയിച്ച് ഷൊർണൂർ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 45 ഗ്രാം MDMAയുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ഷാജിൽ, പാലുവായ് സ്വദേശി ഷഹീർ എന്നിവർ. പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് ഇരുവരെയും പിടികൂടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്. കൊപ്പം കരിങ്ങനാട് പൂട്ടിയിട്ട വീട്ടിൽ മോഷണ ശ്രമം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.